ഒടുവിൽ പത്രോസ് ഒരു തീരുമാനമെടുത്തു. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കൂടെ ഉണ്ടായിരുന്ന സബദി പുത്രന്മാരും ഫിലിപ്പോസും തോമസും ഒക്കെ കർത്താവിനോട് പറഞ്ഞത്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ 2 വാക്ക് സംസാരിക്കാൻ കഴിവുള്ളത് നീ മാത്രമേ ഉള്ളൂ. നീ മീൻ പിടിക്കാൻ പോയാൽ ഞങ്ങൾ തന്നെ നിന്നിട്ട് എന്ത് കാര്യം? ഞങ്ങൾ കൂടെ വരികയാണ്. അവർ കൂടെ പോയി. ദൈവത്തിന് സ്തോത്രം. ആ രാത്രിയിൽ അവരുടെ അറിവും ജ്ഞാനവും കഴിവുകളും ഒക്കെ ഉപയോഗിച്ച് അവർ നന്നായി വലയെറിഞ്ഞു, ആഴത്തിലേക്ക് വലയിട്ടു. മീൻകൂട്ടത്തെ ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്തു. പക്ഷെങ്കിൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. 3-ാം വാക്യത്തിന്റെ അവസാനം, ആ രാത്രിയിൽ അവർ മീൻ ഒന്നും പിടിച്ചില്ല. മുക്കുവന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മീനും കിട്ടാത്ത പല ദിവസങ്ങളും അതവർക്കൊരു പുത്തരിയല്ല. എല്ലാ രാത്രികളിലും എല്ലാ യാത്രയിലും മീൻ കിട്ടണമെന്നില്ല. പക്ഷെങ്കിൽ അവർക്ക് ഒരു കാര്യം വ്യക്തമായി, യേശുവിനെ അറിഞ്ഞ നാള് മുതൽ എപ്പോഴൊക്കെ മീൻ പിടിക്കാത്ത രാത്രികളുണ്ടോ ആ രാത്രിയുടെ പ്രഭാതയാമത്തിൽ അവരെ തേടി യേശു വരാറുണ്ട്. അത് യേശുവിനെ പരിചയപ്പെട്ടതിന് ശേഷമുള്ളതായ ഒരു പ്രതിഭാസമാണ്. അത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ നൽകി. പത്രോസിനൊരാശ, ഈ രാത്രിയിലും യേശു വരുമായിരിക്കാം. യേശു വന്നു. അവന്റെ വാക്കിന് യാതൊരു വ്യത്യാസവുമില്ല. പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഹോദരങ്ങളെ ഒക്കെ എന്ന് വിളിച്ച് അവരോട് പേര് പറഞ്ഞൊക്കെ അവരോടൊരു സുഹൃത്തായി ഇടപെട്ട യേശു ഒരു പുതിയ പര്യവേഷവുമായിട്ടാണ് വരുന്നത്. അവന്റെ വേഷത്തിലും ഭാവത്തിലും സംസാരത്തിലും വ്യത്യാസം, വാക്കുകൾക്കെല്ലാം വ്യത്യാസം, ഭാഷയെല്ലാം മാറി. യേശു അവരെ അഭിസംബോധന ചെയ്ത വാക്ക്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുമുണ്ടോ? ഒരമ്മ മക്കളോട് ചോദിക്കുന്നത് പോലെ. യേശുവിൻ്റെ ആ വ്യക്തിത്വത്തിന് വ്യത്യാസം, ഒരു മാതാവും പിതാവും എന്ന പോലെ. ഇവരെ കുഞ്ഞുങ്ങൾ തന്റെ സമപ്രായക്കാരെ വിളിക്കുന്ന അഭിസംബോധന ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ. താൻ അമ്മയായി. അമ്മ മക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ്, മക്കളെ വലുതും കഴിച്ചോ? അപ്പൻ ചോദിക്കുന്ന ചോദ്യം, മോനെ പ്രമോഷൻ വലുതും കിട്ടിയോ? ശമ്പളം കിട്ടിയോ? വീട് വെച്ചോ? എങ്ങനെയുണ്ട്? നിന്റെ പുരോഗമനം എങ്ങനെയുണ്ട്? വണ്ടി എങ്ങനെയുണ്ട്? ഇതൊക്കെ ചോദിക്കുമെങ്കിലും ഒരമ്മയുടെ ചോദ്യം വളരെ വ്യത്യസ്തമാണ്. മോനെ മോളെ വലുതും കഴിച്ചോ? എന്തുണ്ടായിരുന്നു കൂട്ടാൻ? അതേ ഭാഷയിൽ വാത്സല്യത്തിന്റെ വിശപ്പറിഞ്ഞ ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുമുണ്ടോ? യേശുവിന്റെ അഭിസംബോധനയിൽ ആശ്ചര്യം കണ്ടതായ ശിഷ്യന്മാർ വ്യക്തമായി കർത്താവിനോട് പറയാണ്, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ആശ്വാസത്തിന്റെ വാക്കുകൾ അടങ്ങിയതായ യേശുവിന്റെ കാരുണ്യം, കൃപ അവരെ വിട്ടു പിന്മാറിയില്ല. അവരോട് പറയാണ്, സാരമില്ല, നിങ്ങൾക്കൊന്നും കിട്ടാത്തതായ രാത്രികൾ പലതും ഉണ്ടായിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ ഞാൻ വന്ന് നിങ്ങളെ സഹായിച്ചില്ലേ? വലതുവശത്ത് വല വീശുക. യേശുവിന്റെ വാക്കനുസരിച്ചാൽ പ്രയോജനമുണ്ടെന്ന് അവർ നേരത്തെ മനസ്സിലാക്കിയതല്ലേ? ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ വല വീശി. ഒരു വലിയ മീൻകൂട്ടം അവരുടെ വലയിൽ കുടുങ്ങി. ഇന്നത്തെ ദൈവത്തിന്റെ ആലോചന നമ്മോട് അറിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് തിരഞ്ഞെടുത്തതായ വചനം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. വളരെ കഷ്ടപ്പെട്ട് തളർന്ന് രാത്രി മുഴുവനും മീൻ പിടിച്ച് മീനിന്റെ മേലുള്ളതായ ആശ, ഉപജീവനത്തിന് വേണ്ടിയുള്ള ആശ, കുടുംബത്തെക്കുറിച്ചുള്ളതായ ചിന്ത, ഭാരം, നിന്റെ നാളുകൾ എങ്ങനെ കഴിക്കുമെന്നോർത്ത് നീ നല്ലതുപോലെ അധ്വാനിച്ചു. പക്ഷെങ്കിൽ നിന്റെ അധ്വാനം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് നിനക്ക് തന്നെ മനസ്സിലായി. യേശുവില്ലാത്ത രാത്രികളിൽ നിനക്ക് അധികമൊന്നും സമ്പാദിക്കുവാൻ കഴിയില്ല എന്നുള്ളതായി വ്യക്തമായ കാഴ്ചപ്പാട് നിനക്കുണ്ടായി. മാനസികമായി നീ വളരെ ഭാരപ്പെട്ടു. യേശു എന്നറിഞ്ഞപ്പോൾ നീ കടലിൽ ചാടി. യേശുവിൽ നിന്ന് ഓടി മറയുവാൻ നീ നോക്കി. കർത്താവ് അടുത്ത് വന്ന് വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളെ അടുത്ത് വരിക, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവർക്ക് വേണ്ടി കരുതിയിരുന്നത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. നല്ല ഒരു സമ്പാദ്യം ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ, ചില നാളുകൾ അവർക്ക് ആഹാരം കഴിക്കുവാനുള്ളതായ
പെരുത്ത മീൻകൂട്ടത്തെ അവർക്ക് കൊടുത്തു. മാത്രമല്ല അവരുടെ വിശപ്പറിഞ്ഞ് കഷ്ടത, പ്രയാസപ്പെട്ട്, ഭാരപ്പെട്ട്, അങ്ങ് ക്ഷീണിച്ചു വിയർത്തൊഴുകി കഠിനാധ്വാനം ചെയ്ത് കരയ്ക്ക് കയറിയപ്പോൾ ഇതാ അവർക്ക് വേണ്ടി തീക്കനൽ വെച്ചിരിക്കുന്നു, അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നു, അപ്പം വെച്ചിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, വന്ന് ഭക്ഷിപ്പീൻ. നീ അറിയാത്ത കരുതൽ, നീ അറിയാത്ത ഭക്ഷണം. എവിടെ നിന്ന് കർത്താവിന് മീൻ കിട്ടി? എവിടെ നിന്ന് ഈ തീക്കനൽ ഉണ്ടായി? എവിടെ നിന്ന് ഈ അപ്പം ഉണ്ടായി? അതൊന്നും നിന്റെ വിഷയമല്ല. കർത്താവ് പറയുകയാണ്, വന്ന് ഭക്ഷിപ്പീൻ. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം നിനക്കായി ഒരുക്കി വെച്ചിട്ട് പറയുകയാണ്, വന്ന് ഭക്ഷിപ്പീൻ. കുഞ്ഞുങ്ങളെ വരിക. നിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ധത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവത്തിലാണ് നിനക്ക് ആശ്രയം ദൈവം തന്നിട്ടുള്ളത്. പല രാത്രികൾ മീൻ ലഭിക്കാത്ത രാത്രികളുണ്ട്. ആരും നിന്നെ ആശ്വസിപ്പിക്കാനില്ലായിരുന്നു. നിന്റെ ഊരിലും കടൽക്കരയിലും ആരും നിന്നോട് ദയ കാണിച്ചില്ല. പക്ഷെങ്കിൽ യേശുവിനെ തിരിച്ചറിഞ്ഞ നാൾ മുതൽ, യേശുവിന്റെ വിളി കേട്ട നാൾ മുതൽ, അവനോടൊപ്പം സഞ്ചരിക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ, നീ ഒന്നും പിടിക്കാത്ത രാത്രിയിൽ നിന്റെ അവസ്ഥയെ അറിഞ്ഞ് നിന്നെ തേടിയെത്തുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. അന്ന് നിന്റെ സ്നേഹിതനായി വെളിപ്പെട്ടു എങ്കിൽ ഇപ്പോൾ നിനക്ക് അമ്മയായി, അപ്പനായി യേശു കടന്നു വന്നിരിക്കുന്നു. നിന്നെ വിളിക്കുന്ന വിളി, കുഞ്ഞുങ്ങളെ, പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ കാണുവാൻ അപ്പനെയും അമ്മയുമായി നിനക്ക് നിന്നോടൊപ്പം നിന്റെ ദയ കാണിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ, നിന്റെ സ്നേഹത്തിന്റെ വാക്കുകളെ നിനക്ക് നേടിത്തന്ന് നിനക്ക് വേണ്ടി സമ്പാദിച്ചു വയ്ക്കുന്ന, കരുതുന്നതായ, നീ അറിയാത്ത ഭക്ഷണം കൊണ്ട് നിന്നെ തൃപ്തനാക്കുന്ന, നിന്റെ കുടുംബത്തെ പുലർത്തുന്ന, നിന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നതായ, നിന്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്നതായ, നിന്റെ അരിഷ്ടതയിൽ നിന്നോട് ദയ കാണിക്കുന്നതായ യേശുവിനെ പരിചയപ്പെടുത്തുന്നതായ പ്രഭാതമാണിന്ന്. കർത്താവ് വിളിക്കുന്നു, വരുവീൻ, വന്ന് ഭക്ഷിപ്പീൻ. തീക്കനൽ കണ്ടു, മീൻ കണ്ടു, അപ്പം കണ്ടു. അർത്ഥങ്ങൾ പലതുണ്ട്, വിപുലമാണ്. അനേകം കാര്യങ്ങൾ ആത്മീയമായി സംസാരിക്കാനുണ്ട്. പക്ഷെങ്കിൽ യേശു നിന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ വിധം അറിഞ്ഞ്, ആ സ്നേഹത്തിന്റെ വിളി കേട്ട് നിന്നെ യേശുവിന്റെ അടുത്തേക്ക് വരുവാൻ ഈ പ്രഭാതം നിനക്ക് ഉപകരിക്കുന്നെങ്കിൽ സ്വർഗത്തിന് സന്തോഷമാകും. നീ അതിന് അർഹനായിരിക്കുന്നതിനാൽ ദൂതന്മാർ നിന്റെ സംഗീതം ഏറ്റുപാടും. God bless you.